മമ്മൂട്ടികളാണ് ഇഷ്ടം, മോഹൻലാലിനെ ഇഷ്ടമാണ്? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും വ്യത്യസ്തമായ ആക്ടിംഗ് ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ദൈവം, രണ്ടാമത്തേത് പ്രേക്ഷകരാണ്. എന്നെ കൊണ്ട് ഏത് പരിസരത്ത് തീർച്ചയാലും മതി, അപ്പം അവിടുത്തെ എല്ലാ ആൾക്കാരുടെ സംസാരിക്കും. എന്നെ ഈ ഓണം പരിപാടിക്ക് വിളിച്ച ഇന്ത്യ ഗ്ലിറ്റ്സിനും പിന്നെ അവർക്ക് ഇനിയും ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവരുടെയും എൻ്റെയും പേരിൽ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. ഇപ്പോൾ ജിലേബി എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ പാച്ചുവായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ അമ്മാവനായിട്ടാണ് ജയശ്രീരംഗിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജയശ്രീരംഗിനോടൊപ്പം കളിക്കും. പിന്നെ എന്താണ് ശാരീരിൻ്റെ ഇടയ്ക്കൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ കുറേ KPSC എഴുതാൻ ധർമ്മജനങ്ങൾ, വിജയരാഘവനങ്ങൾ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഒപ്പം കളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. ഓണം അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്കൊരു മധുരം തരുന്നു, അതാണ് ഈ ജിലേബി. ഇപ്പോൾ എല്ലാവരും വിജയിക്കുന്നുണ്ടാവും. എന്നോട് ഒരു പണി തരണമെന്ന് പറയുന്നുണ്ടാവും. മോഹൻലാലാണോ മമ്മൂട്ടിയുടെ ഒപ്പമാണോ ഇഷ്ടം, ആരിനോടൊപ്പം അഭിനയിക്കണം? ഇപ്പോൾ എൻ്റെ ഏറ്റവും ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒപ്പം അഭിനയിക്കണം. കാരണം ഇപ്പോൾ എല്ലാവരുടെ ഒപ്പം കൂടി ഒത്തൊരുമിച്ച് ഇപ്പോൾ ചിലവർ മോഹൻലാലെങ്കിലും ഇഷ്ടപ്പെടുന്ന മോഹൻലാലെങ്കിൽ നടപ്പിലാണ്, അതിലാണ്. മമ്മൂട്ടിയെങ്കിലും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയെങ്കിലെ ഇതിലാണ്. പക്ഷെ എനിക്കങ്ങനെയില്ല. എനിക്കെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പല പല വ്യത്യസ്ത ആക്ടിംഗ് ആണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലങ്ങൾക്കും മമ്മൂട്ടിയങ്ങൾക്കും വെവ്വേറെ ആക്ടിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ രണ്ട് സിനിമയിലും എനിക്ക് മമ്മൂട്ടിയങ്ങളെ ഞാൻ ഇപ്പോൾ മമ്മൂട്ടിയങ്ങളാണ് ഇഷ്ടം, മോഹൻലാലങ്ങളെ ഇഷ്ടമാണ്? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും വ്യത്യസ്തമായ ആക്ടിംഗ് ആണ്. അപ്പോൾ രണ്ടും ഒരു ഭയങ്കര ആക്ടിംഗ് ആണല്ലോ. അപ്പോൾ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ഇപ്പം മമ്മൂട്ടിയങ്ങളായാലും മോഹൻലാലങ്ങളായാലും ആരുടെ സിനിമ വന്നാലും ഞാൻ ചെന്ന് കാണും. കാരണം ഇപ്പോൾ ആരും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ അവരുടെ റോളായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം, അത് എവിടെ ചെന്നാലും പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ് മമ്മൂട്ടിയെങ്കിൽ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, മോഹൻലാലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ്. രണ്ടുപേരും കുട്ടികളോടൊപ്പം കളിക്കും. എനിക്കത് മതി. അവർ കുട്ടികളോടൊപ്പം കളിച്ചാൽ ഞാൻ ഓക്കെ. ഇപ്പോൾ മോഹൻലാലെങ്കിലും മമ്മൂട്ടിയെങ്കിലും എത്ര ഞാൻ പോലും വന്നാലും അവരുടെ വില അവർക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അത് അവർ വയസ്സായാലും എത്ര ഇതായാലും അവരുടെ വില അവർക്ക് കിട്ടിയിരിക്കും. അത് അവരുടെ ഒരു ഭാഗ്യമാണ്. അവരെ പോലെ ആകാൻ ആർക്കും പറ്റൂല. ഇപ്പോൾ പറ്റിയാൽ തന്നെ എനിക്ക് പറ്റൂല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കളിയാക്കണേത് കുറച്ചെന്ന് പറഞ്ഞാൽ മങ്കിപ്പം കഴിഞ്ഞ് കുറേ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലെല്ലാവരും എന്നെ ജുഗ്രു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ തൊപ്പിയൊക്കെ താഴ്ത്തി കണ്ണാടൊക്കെ ഇട്ട് അപ്പം ഒരാൾ പറഞ്ഞു എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളേ അല്ല ഞാൻ എൻ്റെ പേര് ഗൗരവ മേനോന്നാണ്. അപ്പം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാനിങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെയും പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഡാ നീ ജുഗ്രുല്ലേടാ, എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ നീ? അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഷോക്കാ പോയി. കാരണം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിനിമ സ്റ്റാറായിട്ട് ചാട കാണിക്കണതൊന്നും ഇഷ്ടമല്ല. എനിക്കൊരു ഗൗരവമേനം തന്നെ. അപ്പോൾ ചില ഇൻ്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചില ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ നാണം കെട്ടും, എന്താണ് കുറച്ച് വളിഞ്ഞ് ചെറിയും പിന്നെ എൻ്റെ ഇതുപോലത്തെ വൃത്തിയുടെ സംസാരവും ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതാവുന്നത്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ല എൻ്റെ വൃത്തിയിട്ട സംസാരം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇതാവും. ശരിക്കും ഞാൻ പഠിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ മങ്കിയപ്പൻ്റെ സെറ്റിൽ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും നമുക്ക് ജാട പാടില്ല. പിന്നെ നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ദൈവം, രണ്ടാമത്തേത് പ്രേക്ഷകരാണ്. ഇവർ രണ്ടുപേരും നമ്മളെ കൈവിട്ട് പോയാൽ പിന്നെ നമ്മളൊന്നുമില്ല. അപ്പം എപ്പോഴും നമുക്ക് ദൈവത്തിനും
പിന്നെ ഈ ഓരോരോ പ്രേക്ഷകർക്ക് നമ്മൾ ഫേവറായിട്ടിരിക്കണം. അവരുടെ ഒപ്പം കയറി ചിരിച്ച് കളിച്ച് എല്ലാം ഇതായിരിക്കണം. പിന്നെ അവരോടൊപ്പം ഇഷ്ടപ്പെട്ട് കളിച്ച് കൂടി. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ പോയാലും അവിടുത്തെ പരിസരവാസികളുടെ എല്ലാ വീട്ടിൽ കയറി ഞങ്ങൾ കളിക്കും, കുട്ടികളൊക്കെ കളിക്കും. ഇപ്പോൾ ഹോംലി വിൽസൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഹോംലി വിൽസിൽ ഒരു കൊച്ചുണ്ടായിരുന്നു, പനമണ നഗറിലെ വീട്. ഇപ്പോൾ അവരുടെ ഒപ്പം കളിക്കും, പിന്നെ സൈക്കിളൊക്കെ ചവിട്ടും. ഇങ്ങനെ എന്നെ കൊണ്ട് ഏത് പരിസരത്ത് നിർത്തിയാലും മതി, അപ്പം അവിടുത്തെ എല്ലാ ആൾക്കാരുടെയും ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ ഞാൻ ഈ സിനിമയിലോട്ട് കയറിയെന്ന് പറഞ്ഞാൽ മങ്കിപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞാൻ കയറിയത്. മങ്കിപ്പല്ലാണ് എൻ്റെ നിറം തെളിഞ്ഞു വന്നത്. അപ്പോൾ ഞാനിപ്പോൾ മങ്കിപ്പൽ കയറിയെന്ന് പറഞ്ഞാൽ ലുക്മാൻസ് മോഡൽ മാനേജ്മെൻറ്റിലെ മോഡലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഫൈനൽ 5 കയറി. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഓഡീഷൻ പറഞ്ഞു, ഇങ്ങനെ മങ്കിപ്പൻ്റെ ഒരു ഓഡീഷൻ ഉണ്ട്, അപ്പോൾ അതിൽ ചെല്ലണം. കിട്ടോ അതോ കിട്ടൂലെന്നല്ല, പക്ഷെ ചെല്ലണം എന്ന് അവർ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനേ പ്രതീക്ഷിച്ചില്ല നിങ്ങളെയൊക്കെ ജുഗുറാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ വെറും ഗൗരവ മേനോനായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. പിന്നെ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അത് ഹിറ്റായപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജുഗുറായി. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല, കാരണം എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണത്. കാരണം എനിക്കങ്ങനെ കിട്ടാനും എല്ലാം ദൈവത്തിനൊരു കൂടാന കല എന്തായിരുന്നു മനസ്സിലായെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഓരോ കളികൾ എളുപ്പത്തിൽ പറഞ്ഞെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഇതായത് എല്ലാവർക്കും ഒരു ഇതായിരിക്കും. കാരണം എന്നെപ്പോലെ ഇപ്പോൾ ഞാനൊക്കെ വയസ്സായി കഴിയുമ്പോൾ എന്നെപ്പോലെ കുറേ പിള്ളേർ ഇതുപോലെ വന്നം. ഭാവിയിൽ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ആവണം. ഞാൻ വയസ്സാവുന്ന കാര്യമാണ് പറയണത്. ഞാൻ വയസ്സാവുമ്പോൾ എന്നെപ്പോലെ കുറേ കുട്ടികളിങ്ങനെ വളർന്ന് വന്നം. എല്ലാ കലയിലും നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ, പിന്നെ ഇപ്പോൾ ഡാൻസിൽ ഇതാകുമ്പോൾ, അപ്പോൾ എല്ലാത്തിനും ആ ഒരു ഇതുണ്ടാവും, വില ഉണ്ടാവും. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്ക് കൂടുതൽ വിലയുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഡാൻസിലായാലും ഇപ്പോൾ പുള്ളിക്കാരന് ആ ഒരു പൊസിഷൻ ഉണ്ടാവും. ഡാൻസിലായാലും ഏതിൽ നല്ലോണം പെർഫോം ചെയ്ത ആളായാലും ആ ഒരു വില നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾക്കിപ്പോൾ സിനിമയിൽ തന്നെ കയറിയാലേ ഇതാവുള്ളൂന്നൊന്നുമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഹോബി നിങ്ങൾ ചെയ്യുക, നിങ്ങൾ അതിൽ കയറി അങ്ങോട്ട് വിലസുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ബെൻ സിനിമ, ആ സിനിമയിൽ ഞാൻ സുരാജങ്ങളുടെ മകനായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ വിപിൻ ആറ്റ്ലി. പിന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണാശംസകൾ.